ബനാന ദോശ തയ്യാറാക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ദോശമാവ് എടുക്കുക. അത് നമുക്കൊരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കനം കുറച്ച് നന്നായിട്ട് നമ്മൾ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കത്തില്ല, അതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നല്ല പഴുത്ത ഏത്തയ്ക്ക, നമ്മളിപ്പം കുട്ടികളൊക്കെ കറുത്തിരിക്കുമ്പോൾ ഏത്തയ്ക്ക കഴിക്കത്തില്ലല്ലോ, അപ്പോൾ അങ്ങനത്തെയുള്ള ഏത്തയ്ക്ക നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ബനാന, ഏത്തപ്പഴം ഇതുപോലെ തേച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മൊത്തം സ്പ്രെഡ് ചെയ്ത് ചൂടോടെ കുട്ടികൾക്ക് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പുറത്ത് ഇച്ചിരി നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഇച്ചിരി നെയ്യും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്താൽ കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. വലിയവർക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.